കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ ബഹുമാന്യ എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ സുനിൽ അവറുകൾ, ഞങ്ങൾ ദീർഘവർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഡൽഹിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ വേലയിലായിരിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്ത് കർത്താവിന്റെ ദാസൻ സിംഗ് കർത്താവിന്റെ ദാസൻ എനിക്ക് ഒരു കോള് കയറി വരുന്നതാണേ, സോറി. റെൻസിങ്ങിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദേവദാസൻ അത് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് എറണാകുളത്ത് അദ്ദേഹവുമായിട്ട് ഒത്തിരി കവലയിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് അദ്ദേഹം പാടി, ഞാൻ പ്രസംഗിച്ച് ധാരാളം കവലകളിൽ കർത്താവിനെ ഉയർത്തുവാൻ അവസരങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. കർത്താവിന്റെ ദാസനെ റെൻസിങ്ങിനെ ഓർക്കുന്നു. അദ്ദേഹം അനുഗ്രഹീതനായ ഒരു ഗായകനാണ്. ദൈവം അദ്ദേഹത്തിന് കൊടുത്ത നല്ല കഴിവുകളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഞാൻ നിരവധി തവണ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അതിനുള്ള അവസരങ്ങളെ എനിക്ക് ഒരുക്കിയ കർത്താവിന്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുക. വേഗത്തില് ഒരു ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കാം. 16 മുതൽ. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസെഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. സ്തോത്രം. ശിശുവിനെ കണ്ടു. പാസ്റ്റർ അനീഷ് ദേവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ധാരാളം തവണ ഇങ്ങനെ കണ്ടു പരിചയമായി. കർത്താവിന്റെ ദാസനെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുവിനെ അനേകർ കണ്ടിട്ടുണ്ട്. പക്ഷേ യേശുവിനെ വ്യത്യസ്തമായ രീതിയിൽ ആളുകൾ കാണുന്നത്. യേശു തന്നെ അത് ചോദിച്ചായിരുന്നു, നിങ്ങൾ എന്നെ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചായിരുന്നു. നിങ്ങൾ എന്നെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു. അതിൽ ഏറ്റവും വെളിപ്പാട് കിട്ടിയ ഒരു മനുഷ്യനാണ്, സാധാരണ ഒരു മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട ഒരു മുക്കുവനായിരുന്ന, മലയാളത്തിൽ പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പത്രോസിന് കിട്ടിയ വെളിപ്പാടാണ് ഭയങ്കരം. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആ വെളിപ്പാട് അത്രയും വേറെ ആർക്കും കിട്ടിയതായിട്ട് കാണുന്നില്ല. ശിഷ്യന്മാര് പോലും പലപ്പോഴും യേശുവിനെ ശരിയായി അറിഞ്ഞോ എന്നുള്ളതിനെ കുറിച്ച് സംശയമുണ്ട്. യേശുക്രിസ്തുവിനെ നാം എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് എൻ്റെ വിഷയം. യേശുവിനെ നാം എങ്ങനെ കാണും? യേശുവിനെ ഒരു പ്രവാചകനായി കാണുന്നവരുണ്ട് ലോകത്തിൽ, മതങ്ങളിൽ. യേശു ഒരു പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രയോജനമില്ല. യേശു ഒരു നല്ല ഗുരുവായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. നല്ലൊരു ഗുരുവായിരുന്നു. സ്തോത്രം. ശരിയാണ്, ഇതെല്ലാം ശരിയാണ്. അവരുടെ വ്യൂവിൽ, അവരുടെ കാഴ്ചപ്പാടിൽ ഇതെല്ലാം ശരിയാണ്. ഇതെല്ലാം യേശുവിലുണ്ട്. പക്ഷെ യേശു ആരാ? സ്തോത്രം. എല്ലാവരും ഉണ്ടോ? എന്നോടൊപ്പം ഉണ്ടല്ലോ അല്ലെ? യേശു നമുക്കാരാ? നിങ്ങൾ യേശുവിനെ എങ്ങനെയാ കാണുന്നത്? സ്തോത്രം. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിയെങ്കിലേ ക്രിസ്തുവിന്റെ വെളിപ്പാട് നമ്മിലേക്ക് വരത്തുള്ളൂ. ക്രിസ്തുവിനെ യഥാർത്ഥമായി കണ്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ചിലർ ക്രിസ്തുവിനെ കണ്ടിറങ്ങിയിരിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടാ, അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാ, സൗഖ്യത്തിന് വേണ്ടിയിട്ടാ, ഒരു വിടുതലിന് വേണ്ടിയിട്ടാ. സ്തോത്രം. ഇതെല്ലാം യേശുവിലുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ യേശുവിലുള്ള ആത്യന്തികമായ യേശുവിനെ കാണുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടത്, സ്തോത്രം, നിത്യമായ സന്തോഷവും നിത്യരക്ഷയും നിത്യസമാധാനവും. ഇവിടെ ഇടയന്മാർ യേശുവിനെ കാണുന്നതിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. ഇടയന്മാർ യേശുവിനെ കാണുന്നു.
യേശുക്രിസ്തു ജനിച്ച് കുഞ്ഞായി വീണ യേശുവിനെ അവർ വന്ന് കാണുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നത് അവന്റെ തേജസ് കണ്ടു എന്ന. യോഹന്നാൻ 1:14 അവന്റെ തേജസ് കണ്ടു. യോഹന്നാൻ കുറച്ചും കൂടെ കണ്ടതും കേട്ടതും തൊട്ടതുമായ സുവിശേഷമാണല്ലോ. അങ്ങനെയാണല്ലോ യോഹന്നാനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ഞാൻ കണ്ടത്, ഞാൻ തൊട്ടത്, ഞാൻ അറിഞ്ഞത് എന്നതാണ്. അപ്പൊ യോഹന്നാൻ പറയാ, ഞാൻ അവന്റെ തേജസ് കണ്ടു. സ്തോത്രം. ദൈവത്തിന്റെ തേജസ്സിനെ കണ്ട യോഹന്നാൻ വ്യത്യസ്തമായ രീതികളിൽ യേശുവിനെ അനുഭവിച്ചവരാ. നമ്മൾ യേശുവിനെ അനുഭവിച്ചവരാ, നമ്മൾ യേശുവിനെ അറിഞ്ഞവരാ, നമ്മൾ യേശുവിനെ കണ്ടവരാ. ഈ പ്രഭാതത്തിൽ ഞാൻ ചോദിക്കുന്നു, ക്രിസ്തുയേശുവിനെ കണ്ടിറങ്ങിയ എത്ര പേര് ഇതിനകത്തുണ്ട്? കണ്ടിറങ്ങിയവര്. ഉടമന ശാന്തന. ആരും തട്ടിയിട്ടിട്ട് വന്നതല്ലല്ലോ പെന്തക്കോസിലേക്ക്. പണ്ടൊരു കഥ പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ? ആരും തള്ളിയിട്ട് വന്നതല്ലല്ലോ പെന്തക്കോസിൽ. യഥാർത്ഥമായി യേശുവിന്റെ മുഖം അന്വേഷിച്ച് ആ വെളിപ്പാട് കിട്ടി അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. അവന്റെ തേജസ് കണ്ടിറങ്ങിയ ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും അവർ പതറില്ല. അവന്റെ മുഖത്തേക്ക് നോക്കിയാ യാത്ര ചെയ്യുന്നെങ്കിൽ നിന്റെ പാദം ഇടറുവാൻ ദൈവം സമ്മതിക്കില്ല. സ്തോത്രം. പത്രോസ് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്തപ്പോ അവന്റെ കാലുകൾ വെള്ളത്തിലേക്ക് താന്നില്ല. നീ ദൈവമെങ്കിൽ, ദൈവപുത്രനെങ്കിൽ, യേശു ആണെങ്കിൽ ഞാനും വരട്ടെ എന്ന് ചോദിച്ച ആ കടലിലേക്ക് കാലടികൾ വെച്ച പത്രോസ് അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന്റെ കാലുകൾ താന്നില്ല. വെള്ളം ഒരു കട്ടിയായ പ്രതലമാക്കി അവന് കൊടുത്തു. എന്നവന്റെ മുഖത്തു നിന്ന് ആ കണ്ണൊന്ന് വലിഞ്ഞു. ഈ കടലിലേക്കും തിരയിലേക്കും നോക്കി. പത്രോസിന് സുപരിചിതമായ കടലാ. പത്രോസ് ഇഷ്ടംപോലെ യാത്ര ചെയ്തിട്ടുള്ള കടലും കടൽ തീരങ്ങളുമാ. പക്ഷേ യേശുവിന്റെ മുഖത്തിൽ നിന്ന് എന്ന് ആ കണ്ണ് വലിച്ചോ, അന്ന് അവന്റെ പതനം തുടങ്ങിയ. ഇന്ന് പകലിൽ പ്രഭാതത്തിൽ ഒരു ദൂത് ഞാൻ കൈമാറുന്നത്, ദൈവത്തെ കണ്ടിറങ്ങിയവരെ, അവന്റെ മുഖത്ത് നോക്കി ജീവിക്കുന്നവരെ, അവങ്കിലേക്ക് നോക്കി ജീവിക്കുന്നവരെ, ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ ചേർന്ന് പോകും. നിങ്ങൾ ജീവിക്കും. നിങ്ങൾ ഏത് പ്രതിഘട്ടങ്ങളെ അതിജീവിക്കും. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യേശുവിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഞാൻ യേശുവിനെ കാണുന്നത്? ഇവിടെ ഇടയന്മാർ കണ്ടത് അവതാരം ചെയ്ത ക്രിസ്തുവായിട്ടാ. അമ്മേ, വാഗ്ദത്തം ചെയ്ത ക്രിസ്തു 2025 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിന്റെ നടുവിലേക്ക് അജയനായി, അപ്രമേനായി, അതുല്യനായി വന്നു പിറന്ന സംഭവമായത്. ആ സമയത്ത് യേശുവിനെ അവർ പ്രൈസ് ദി ലോർഡ്, അവതാരം ചെയ്ത ക്രിസ്തുവിനെ കാണുക. സ്തോത്രം. ശിമയോന്റെ കൈകളിലേക്ക് കൊണ്ടുകൊടുത്ത യേശുവിനെ ശിമയോൻ കണ്ടത് രക്ഷയായിട്ടാ. ഇതാ എന്റെ കൈകളിൽ രക്ഷയിരിക്കുന്നു എന്നാ ശിമയോൻ പറഞ്ഞു അല്ലേ? സ്തോത്രം. അവന്റെ മാതാപിതാക്കൾ യേശുവിനെ കണ്ടത് ആത്മീയ കാര്യങ്ങളിൽ തൽപരനായ യേശുവിനെ കണ്ടേ. സ്തോത്രം. ഓരോരുത്തരും യേശുവിനെ കാണുന്നത് വ്യത്യസ്തമായ വ്യൂവിലൂടെയാ, വ്യത്യസ്തമായ രീതിയിലൂടെയാ. ഈ പ്രഭാതത്തിൽ ഞാൻ ചോദിക്കുന്നു, ക്രിസ്തുവിന്റെ മുഖത്ത് നോക്കി ഇറങ്ങിയവര് എത്ര പേരുണ്ട് ഈ പ്രഭാതത്തിൽ? നിങ്ങളുടെ ഏത് വിഷയമാ ദൈവം പരിഹരിച്ചു തരാത്തത്? ഏത് പ്രതിസന്ധിയിലാ കർത്താവ് കൈവിട്ടത്? അങ്ങനെയെങ്കിൽ നാളെയും ഏത് പ്രതികൂലങ്ങളിലും എൻ്റെ കൂടെ കർത്താവ് ഉണ്ട് എന്ന ഉത്ബോധ്യമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ തേജസ്സും ആ വെളിപ്പാടും ആ നിത്യതയും കണ്ടിറങ്ങിയവര് പതറിപ്പോകാൻ സ്വർഗം സമ്മതിക്കത്തില്ല. ഒരാമയും പറയാമോ? പതറിപ്പോകാൻ സ്വർഗം സമ്മതിക്കത്തില്ല. ആ വെളിപ്പാട് കണ്ടിറങ്ങിയവര്, ആ ദർശനം കണ്ടിറങ്ങിയവര്, അവന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിയവര്, എന്തെങ്കിലും ലാഭേച്ഛയോടുകൂടിയോ എന്തെങ്കിലും നന്മയ്ക്കോ ഏതെങ്കിലും ഒരു വിടുതലിനോ വരുന്നവർ, അവർ വിടുതൽ കിട്ടും. അപ്പം തിന്നാൻ വന്നവരുണ്ട്, അപ്പം തിന്നേച്ചു പോയി. കുഷ്ഠരോഗികൾ 10 വന്നു,
യേശുവിനെ കണ്ടു. യേശുവിൽ നിന്ന് പ്രാപിച്ചു വിടുതൽ കിട്ടിയോ? കിട്ടി. അവരെല്ലാം അവരുടെ വഴിക്ക് പോയി. നന്ദിയുള്ള ഒരെണ്ണമേ തിരിച്ചു വന്നുള്ളൂ. ഇന്ന് പകലും പ്രഭാതത്തിലും പരിശുദ്ധാത്മാവ് പറയുന്നത്, ആമേൻ, യേശുവിനെ നേരിട്ട് കണ്ടിറങ്ങിയവര് അവരൊരു നന്മയ്ക്ക് വേണ്ടി വന്നവരല്ല. അവരുടെ ജീവിതത്തിൽ വരുന്ന ഓരോ തിന്മയും, ഓരോ പ്രതികൂലവും, ഓരോ പ്രശ്നവും, ഓരോ രോഗത്തെയും അവൻ നേരിടും. അവൻ ആത്മാവിൽ ജയിച്ച് മുന്നോട്ട് പോകും. അവൻ തകരില്ല, അവൻ തളരില്ല. അവൻ ജീവിതത്തിന്റെ ഏത് പ്രതികൂലങ്ങളിലും ഉറച്ചു നിൽക്കുന്നവനായിരിക്കും. കാരണം അവനൊരു പ്രതിഫലേച്ഛയ്ക്ക് വേണ്ടി വന്നവനല്ല, അവൻ യേശുവിനെ കണ്ടു വന്നവനാണ്. ഓ യെസ്, നിങ്ങൾക്ക് ദൂത് മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ദൈവത്തെ അറിയുക എന്നുള്ളത്, യേശുവിനെ അറിയുക എന്നുള്ളത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, യേശു നമുക്കെല്ലാം എല്ലാമാണ്. ആമേൻ. അതുപോലെ ദേശം ഒരിക്കലും ഞാൻ ദൈവമാ, ആമേൻ, ഞാനിങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജകീയമായിട്ടിരിക്കും, ആരും എന്റെ അടുക്കിലേക്ക് അടുത്ത് വരരുത് എന്ന് പറഞ്ഞ കർത്താവാണോ? പഴയ നിയമത്തിലെ ദൈവം എങ്ങനെയായിരുന്നു? അടുത്തുകൂടാൻ പറ്റില്ലല്ലോ. സ്തോത്രം. എന്തെങ്കിലും പാപം ഉണ്ടെങ്കിൽ കത്തിപ്പോവില്ലേ, ഞാമ്പലായി പോവില്ലേ? എന്നാൽ കർത്താവിലേക്ക് നമുക്ക് പറയാം, ഏത് നേരത്തും അടുത്തിയല്ലാലോ, അല്ലേ? എല്ലാ സമയവും നമുക്ക് അടുത്തിയല്ലാമല്ലോ. അപ്പൊ ആ യേശുവായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണോ അങ്ങനെയാണ് ദൈവിക വിടുതൽ. സ്തോത്രം. നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാ? ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ കുറിച്ച് ഞാൻ ഇന്നലെ ഒരു കല്യാണം നടത്തിയപ്പോൾ ഞാൻ പറയുകയുണ്ടായത്, സ്തോത്രം, എത്ര ആഴമായ ദൃഢമായ ബന്ധമാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. സ്തോത്രം. അത് ആമേൻ, വചനം പറയുന്നത്, മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചു വരും, അവർ ഇരുവരും മേലാൽ രണ്ടെല്ലാം ഒന്നത്രേ. ആ ആഴത്തിലുള്ള ഒരു ബന്ധം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഞാനും യേശുവുമായിട്ടുള്ള എന്റെ ബന്ധം എങ്ങനെയാ? സ്തോത്രം. ദൃഢതയുള്ള ബന്ധമാണോ? ആഴത്തിലുള്ള ബന്ധമാണോ? അപ്പൻ മക്കളെ പോലെയുള്ള ഒരു ബന്ധമാണോ? ആമേൻ. എന്റെയും കർത്താവും തമ്മിലുള്ള എന്റെ റിലേഷൻഷിപ്പ് എത്രത്തോളം ദൃഢതയാണോ അത്രത്തോളം വേഗത്തിൽ എന്റെയും നിങ്ങൾക്ക് മറുപടികൾ ഉണ്ടായിരിക്കും. നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ പ്രശ്നങ്ങൾ വരും, ഇല്ലെന്ന് ഞാൻ പറയില്ല. പിശാച് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു മേഖലയാ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുക. സ്തോത്രം. ഒരു ദൈവ പൈതൽ യേശുവിനോട് ചേർന്ന് നടക്കുവാൻ പിശാച് ആഗ്രഹിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ ദൂത്? ആമേൻ. അതുകൊണ്ട് വെല്ലുവിളികൾ വരും, അതുകൊണ്ട് പ്രയാസങ്ങൾ വരും, അതുകൊണ്ട് പ്രതികൂലങ്ങൾ വരും. പക്ഷേ ക്രിസ്തുവിനോട് ചേർന്ന് അവന്റെ മുഖം അന്വേഷിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി അവനെ കണ്ടിറങ്ങിയ ഒരു ഭക്തൻ അവൻ പരാജയപ്പെടത്തില്ല. ആമേൻ പറയാമോ? പരാജയപ്പെടത്തില്ല. ആമേൻ. ദൈവം നിന്നെ വിളിച്ചത് പരാജയപ്പെടാനല്ല, പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ച്, പിശാചിന്റെ ബന്ധനങ്ങളെ പൊട്ടിച്ച്, ആമേൻ, കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നീ പ്രതികൂലങ്ങളെ നേരിടും, നീ പ്രതിസന്ധികളെ നേരിടും, തിരമാലകളെ അടക്കും, ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതികൂലങ്ങളെയും തരണം ചെയ്യും. ആത്മാവുള്ള ആ ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ കണ്ടിറങ്ങിയവരുണ്ട്, ക്രിസ്തുവിനെ ആമേൻ കാണാതെ ഇറങ്ങിയവരുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കണ്ടിറങ്ങിയവര്, ക്രിസ്തുവിനെ കാണാതെ ഇറങ്ങിയവർ. പണ്ടാരോ പറഞ്ഞ പോലെ കുരയ്ക്കുന്ന പട്ടിയുണ്ട്, സ്തോത്രം, കണ്ടു കുരയ്ക്കുന്നവരുണ്ട്, കൊണ്ടു കുരയ്ക്കുന്നവരുണ്ടെന്ന് പറഞ്ഞ പോലെ. ഈ ഒരു പട്ടി അവൻ കുരയ്ക്കുന്നത് കണ്ടിട്ടാ കുറച്ച്, ബാക്കിയെല്ലാം കേട്ടിട്ട് കുറച്ച് വരാ. സ്തോത്രം. ഈ കേട്ട് കുരയ്ക്കുന്നവൻ കുറച്ച് കഴിയുമ്പോൾ കുരയങ്ങ് നിർത്തും. പക്ഷെ കണ്ടു കുരയ്ക്കുന്നവനെ നേരിട്ട് കണ്ടവനാ, അവനങ്ങനെ കുര നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ. ദൈവത്തെ കണ്ടിറങ്ങിയവൻ അവൻ അവസാനം വരെയും, ജീവിതത്തിന്റെ ഏറ്റവും അവസാനം വരെ നിൽക്കും. കൊണ്ടിറങ്ങിയവനും കേട്ടിറങ്ങിയവനും ഒക്കെ ഇടയ്ക്ക് വെച്ച് പോവാം. പക്ഷെ ഈ പ്രഭാതത്തിൽ ആത്മാവ് പറയുക, ദൈവത്തെ മുഖാമുഖമായി കണ്ടിറങ്ങിയവൻ അവന്റെ ജീവിതത്തിന്റെ ഒന്നെങ്കിൽ ജീവിതത്തിന്റെ അവസാനം വരെ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ ക്രിസ്തുവിന് വേണ്ടി നിൽക്കും. ഇതിലേതിലാ നമ്മളുള്ളത്? കണ്ടവരാണോ കൊണ്ടവരാണോ? വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ദൈവത്തെ കണ്ടിറങ്ങിയ, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ, ദൈവത്തെ യഥാർത്ഥമായി രുചിച്ചറിഞ്ഞ ഒരു ക്രിസ്തീയ ലൈഫ്, അതാണ് നമ്മൾ ആമേൻ മേടിയേണ്ടത്. അതാണ് നമ്മൾ പടുത്തുയർത്തേണ്ടത്. നമ്മൾ മറ്റുള്ളവരുടെ പുറകെ അല്ല പോകേണ്ടത്, നമ്മൾ ക്രിസ്തുവിന്റെ പുറകെയാ പോകേണ്ടത്. നാം അറിഞ്ഞ ക്രിസ്തുവിനെയാണ് ഉയർത്തേണ്ടത്. ഞാനത് ആ കവലകളിൽ ഉയർത്തുന്നത്, സധൈര്യം ഉയർത്തുന്നത്, ഞാൻ അറിഞ്ഞ യേശുവിനെയാണ് ഞാൻ ഉയർത്തുന്നത്. മറ്റാരോ പ്രസംഗിച്ചു കേട്ട യേശുവിനെ അല്ല ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിൽ കണ്ടത്.
കേട്ടത് അനുഭവിച്ച യേശുവിനെ ഉയർത്തുന്നത്. ഈ പ്രഭാതത്തിലും ഞാൻ പറയുന്ന യേശു എന്റെ ജീവിതത്തിൽ അനുഭവിച്ച യേശുവിനെ ഞാൻ ഉയർത്തുന്നത്. ആരെങ്കിലും കേട്ടറിഞ്ഞ ഒരു സത്യമല്ല ഞാൻ പറയുന്നത്, ആരെങ്കിലും എന്നെ പഠിപ്പിച്ച പ്രത്യയശാസ്ത്രമല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഞാൻ അനുഭവിച്ച, ഞാൻ വിടുതൽ അനുഭവിച്ച, ഞാൻ ഇന്നും സന്തോഷം അനുഭവിക്കുന്ന ക്രിസ്തുവിനെ ആണ് ഞാൻ ഈ പ്രഭാതത്തിലും ഉയർത്തുന്നത്. ഞാനത് കണ്ടതാണ്, ഞാനത് അനുഭവിച്ചതാണ്, ഞാൻ ഇന്നും അനുഭവിക്കുന്നതാണ്. ഹോളി സ്തോത്രം. പണ്ട് സ്കെഫായുടെ മക്കള് പിശാചിനെ ഇറക്കാൻ പോയ ചരിത്രം ബൈബിൾ പറയുന്നുണ്ട്. പൗലോസ് പ്രസംഗിച്ച് കേട്ട യേശു, അല്ലേ? അപ്പം അവര് പറയുന്നുണ്ട്, യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെ കുറിച്ചും കേട്ടിട്ടുണ്ട്, നിങ്ങൾ ആരാണ്? സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നിന്ന് നേരിട്ട് പറയാൻ പ്രാഗൽഭ്യമില്ലാത്ത നീ പിശാചിനെ ഇറക്കാൻ പോയാൽ എന്തായിരിക്കും സ്ഥിതി? സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഓർക്കണം, യേശു നമുക്കാരാ? മാതാപിതാക്കൾ യേശുവിനെ കണ്ടത് ആത്മീയ കാര്യങ്ങളിൽ തൽപരനായിട്ടാ. പത്രോസ് യേശുവിനെ കണ്ടത് കരുതുന്നവനായിട്ടാ പത്രോസ് കാണുന്നത്. കുഷ്ഠരോഗി കണ്ടത് ശുദ്ധീകരിക്കുന്നവനായിട്ടാ. ഭൂതഗ്രസ്തർ കണ്ടത് വിടുതൽ നൽകുന്നവനായിട്ടാ. പത്രോസും യോഹന്നാനും കണ്ടത് തേജസ്കരിക്കപ്പെട്ടവനായിട്ടാ യേശുവിനെ. സക്കായി കണ്ടത് രക്ഷകനായിട്ടാ. ഹേരോദാവ് കണ്ടത് നിശബ്ദനായിട്ടാ. ശതാധിപൻ കണ്ടത് നീതിമാനായിട്ടാ. സ്തോത്രം. ശിഷ്യന്മാർ കണ്ടത് ഉയർത്തെഴുന്നേറ്റവനായിട്ടാ. ഹല്ലേലൂയ. ഇതിൽ നമ്മൾ എങ്ങനെയാ കണ്ട യേശുവിനെ? താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. എന്റെ യേശു മതങ്ങളിൽ ഒതുങ്ങുന്നവനല്ല. എന്റെ യേശു ഒരു രാജ്യത്ത് ഒതുങ്ങുന്നവനല്ല. എന്റെ യേശുവിനെ ആർക്കും എവിടെ ഒതുക്കാൻ പറ്റില്ല. അവൻ എല്ലാ മേഖലകളിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നവനായി ഞാൻ കാണും. യോഹന്നാൻ കണ്ട യേശു, ആമേൻ, എത്രയോ മഹിമയുള്ള യേശുവിനെ. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ യേശുവിനെ കണ്ടു. ആമേൻ. അവന്റെ പാദങ്ങൾ, സ്തോത്രം, തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കാണുന്നു. ഇന്ന് പ്രഭാതത്തിൽ മരണത്തിന് അവനെ ഒതുക്കാൻ കഴിഞ്ഞോ? ഇല്ല. ഉയർത്തെഴുന്നേറ്റു. ആമേൻ. സകലത്തെയും ജയിച്ച് ജയാളിയായി അവൻ പുറത്തു വന്നു. ഇന്ന് ഞാൻ കാണുന്ന യേശു എനിക്ക് വേണ്ടി എങ്ങനെയും പ്രവർത്തിക്കാൻ കഴിയുന്നവനാ. അതുകൊണ്ട് എവിടെങ്കിലും ഒരു പ്രത്യേകമായ മേഖലകളിൽ ഒതുക്കുവാൻ കഴിയാത്ത ഒരുവനുണ്ടെങ്കിൽ അത് നസ്രനായ യേശു ക്രിസ്തു മാത്രമാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ പങ്കുവയ്ക്കുന്ന ദൂത, ഞാൻ യേശുവിനെ എങ്ങനെയാ കാണുന്നത്? എന്റെ വ്യൂ എങ്ങനെയാ യേശുവുമായിട്ട്? രക്ഷകനാണോ? രക്ഷകനാണ്. വിടുതൽ നൽകാൻ കഴിയുമോ? വിടുതൽ നൽകാൻ കഴിയും. ആമേൻ. സൗഖ്യമാക്കുന്നവനാണോ? സൗഖ്യമാക്കുന്നവനാണ്. സമാധാനം നൽകാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. എന്നെ നിത്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ? നിത്യത്തിലേക്ക് എത്തിക്കാൻ കഴിയും. ആമേൻ. അതുകൊണ്ട് ആ യേശുവിനെ ഞാൻ എങ്ങനെ കാണുന്നുവോ എന്നുള്ളതാണ്. എൻ്റെ കാഴ്ചപ്പാടുകൾക്കാണ് മാറ്റം വരേണ്ടത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള എൻ്റെ വെളിപ്പാടുകൾക്കാണ് മാറ്റം വരേണ്ടത്. ക്രിസ്തുവല്ല മാറേണ്ടത്, നാമാണ് മാറേണ്ടത്. അതുകൊണ്ട് ഇന്ന് പകലിൽ പരിശുദ്ധ ആത്മാവിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ദൈവിക അരുളപ്പാട്, നമ്മുടെ കാഴ്ചപ്പാടുകളൊന്ന് മാറിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരമുണ്ട്. ഞാനും നിങ്ങൾ ക്രിസ്തുവിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് യഥാർത്ഥമായ വിഷയം. പത്രോസ് കണ്ടത് കരുതുന്നവനെയായ യേശുവിനെയാ. പത്രോസിന് വേണ്ടി ദൈവം കരുതി. ഹല്ലേലൂയ. വലയും വഞ്ചിയും ആമീൻ എടുത്തുകൊണ്ട് പോയപ്പോൾ ആമീൻ യേശു അവനെ ഉപേക്ഷിച്ചില്ല. സ്തോത്രം. അവന് രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷേ ഹല്ലേലൂയ, ആമേൻ, കർത്താവിനെ ഒന്നും കൂടെ ഒന്ന് ആഴത്തിൽ വിളിച്ചപ്പോൾ യേശു പറഞ്ഞു, മോനെ സ്തോത്രം, നീ ആ പടകിന്റെ വലതുഭാഗത്ത് വല വീശ്. പത്രോസിന് നല്ല പരിചയമുള്ളവനാ, നല്ല എക്സ്പീരിയൻസ് ഉള്ളവനാ. സ്തോത്രം. ആമേൻ. ഈ വല കഴുകുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ തീരദേശത്തിനടുത്താ താമസിക്കുന്നത്. ഇഷ്ടംപോലെ ഇവിടെ മീൻപിടുത്തവും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാ. ഈ വല കഴുകുക എന്ന് പറഞ്ഞാൽ തീരത്താ. സ്തോത്രം. തീരത്ത് കൊണ്ട് അടുപ്പിച്ചിട്ട് ആ കടലിന് ചേർന്നുള്ള സ്ഥലമാണ് ഈ വല കഴുകുന്നത്, അല്ലാണ്ട് കടലിന് നടുക്കല്ലല്ലോ. പ്രൈസ് ഗോഡ്. അപ്പൊ അവിടെ കൊണ്ടുവന്ന് നിരാശനായി ഇനിയൊന്നുമില്ല എന്ന് ആമേൻ ഉറപ്പിച്ച, ആമേൻ രാത്രി മുഴുവൻ അധ്വാനിച്ച് നിരാശയോടുകൂടെ വല കഴുകി വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന പത്രോസിന്റെ പടകില യേശു കയറിയത്. യേശു എന്താ പറഞ്ഞത്?
അല്പം നീക്കി, ആ അല്പം നീക്കി, ആമേൻ, പടകിന്റെ വലതുഭാഗത്ത് വല വീശുവാൻ പറയുമ്പോൾ അവിടെ ഇത്രയും വലിയൊരു പെരുത്ത മീൻ വരാൻ യാതൊരു സാധ്യതയുമില്ല. എന്നാൽ പത്രോസ് യേശുവിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായപ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കിയ ദൈവത്തെ നേരിട്ട് കണ്ട പത്രോസ്, ആമേൻ, യേശുവിനെ കുറിച്ച് പറയുകയാ, അവൻ കരുതുന്ന ദൈവമാ. ജീസസ്. പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പത്രോസ് പറഞ്ഞു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഈ പ്രഭാതത്തിൽ ഓരോരുത്തരും യേശുവിനെ അറിയുന്നത് അവരവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. ഈ പകലിൽ ദൈവം നിങ്ങൾക്ക് വിടുതൽ നൽകിയിട്ടുണ്ടാകാം, സൗഖ്യം നൽകിയിട്ടുണ്ടാകാം. നിങ്ങൾ വിളിച്ചു പറയും, യേശു എന്റെ സൗഖ്യദായകനാ. ജീസസ്. റാമന ഷേരിയന്തരാ. ഹല്ലേലൂയ. യേശുവിനെ എങ്ങനെ നിങ്ങൾ കാണുന്നേ? സ്തോത്രം. ലോകം കാണുന്നത്, ആമേൻ, അവനൊരു ഗുരുവായിട്ടായിരിക്കാം. ലോകം കാണുന്നത്, മതങ്ങൾ കാണുന്നത്, ഒരു മതം കാണുന്നവനെ പ്രവാചകനായിട്ടാ, അല്ലെ? ഇസ്ലാം മതം കാണുന്ന യേശുവിനെ ഈസാ നബിയായിട്ടാ, പ്രവാചകനായിട്ടാ. ആയിക്കോട്ടെ, സ്തോത്രം. ഞാൻ കാണുന്നത് എങ്ങനെയാ? യേശു എനിക്കാരാ? യേശു എന്റെ എല്ലാമാണെന്ന് പറയാൻ നിയോഗമുള്ള എത്ര പേര് ഈ പ്രഭാതത്തിൽ എന്ത് ഇരിപ്പുണ്ട്? യേശു എന്റെ എല്ലാമാണ്. യേശുവിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടോ? സ്തോത്രം. കർത്താവിന്റെ എല്ലാമാണ്. ഊറാബാന്തനാദിയാന അസ്തരാദിയാന ഗഡ്ഖഷ്യാന്തരി. ഞാൻ യേശുവുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് എത്രത്തോളം ദൃഢമാണ്? ഞാൻ പതറിപ്പോകാറുണ്ടോ? ഞാൻ തളർന്നു പോകാറുണ്ടോ? ജീവിതത്തിന്റെ ചില മേഖലകളിൽ, ആമേൻ, ഒറ്റപ്പെട്ട മേഖലകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, ഏകാന്തത അനുഭവിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ഞാൻ പള്ളു പറയുന്നവനാണോ? യേശുവിനോട് അകന്ന് ജീവിക്കുന്നവനാണോ? ആമേൻ. സിമ്പിൾ ആയിട്ട് ഈ പ്രഭാതത്തിൽ വലിയൊരു മെസ്സേജ് അല്ല ഞാൻ പറയുന്നത്, എന്നാൽ ആഴത്തിൽ ഒരു ദൂത് അതിനകത്തുണ്ട്. യേശുവിനെ ഞാൻ എങ്ങനെ കാണുന്നു? സ്തോത്രം. യേശു എന്നെ കാണുന്നത് വ്യത്യസ്തമാകട്ടോ. യേശു നിന്നെ കാണുന്നത് മകനായിട്ടാ, മകളായിട്ടാ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ യേശുവിനെ എങ്ങനെയാ കാണുന്നേ? അപ്പനായിട്ട് കാണുവാൻ, എൻ്റെ അമ്മയായി കാണുവാൻ, എൻ്റെ സഹോദരനായി കാണുവാൻ, എൻ്റെ എല്ലാമായി കാണുവാൻ. ആമേൻ. എത്രയ്ക്ക് യേശുവിനെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? യേശുവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പില് സ്നേഹിക്കുന്ന, ഐ ലവ് ജീസസ് എന്ന് പറയുവാൻ ഒന്ന്, ആമേൻ, ഇടയ്ക്കെങ്ങൊന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. കർത്താവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഭാര്യയോട് പറയുന്നുണ്ടല്ലോ, മക്കളോട് പറയുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. കമിതാക്കൾ തമ്മിൽ പറയുന്നുണ്ടല്ലോ. ആമേൻ. എന്നാൽ യേശുവിനെ ഒന്ന് സ്നേഹത്തോടെ ഐ ലവ് ജീസസ് എന്ന് പറയുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ആമേൻ. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്ന എത്ര പേര് ഇന്ന് പകൽ ഇതിനകത്ത് ഇരിപ്പുണ്ട്? നിങ്ങളുടെ ബന്ധം എങ്ങനെയാണോ അങ്ങനെയാണ് ദൈവത്തിന്റെ വിടുതലുകൾ, കേട്ടോ. അതുകൊണ്ട് ദൈവത്തെ എങ്ങനെ കാണുന്നു? യേശുവിനെ നീ എങ്ങനെ കാണുന്നു? വ്യത്യസ്തമായ ആളുകൾ കണ്ടതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. സ്തോത്രം. അതവിടെ നിൽക്കട്ടെ. ആമേൻ. പത്രോസ് കരുതുന്നവനായി കണ്ടു. അതവന്റെ ജീവിത അനുഭവമാ. പത്രോസ് കണ്ടതാ, പത്രോസ് അനുഭവിച്ചതാ, പത്രോസ് തൊട്ടതാ, വിടുതൽ കണ്ടതാ, പ്രാപിച്ചതാ. ഈ പ്രഭാതത്തിൽ ആത്മാവിൽ ഞാൻ പറയുക, ചില വർഷങ്ങൾ പുറകോട്ട് പോയാട്ട് ഞാൻ നിങ്ങൾ എവിടെ കിടന്നതാ? യോഗ്യതയില്ലായിരുന്ന എന്നെ, ആമേൻ, ഒരു പുകഴ്ചയും പറയാനില്ലായിരുന്ന എന്നെ എനിക്ക് മാന്യത നൽകിയത് ഞാൻ യേശുവിനെ കണ്ടത് മുഖാന്തരമാണെന്ന് ലജ്ജയില്ലാതെ പറയാൻ കഴിയുന്നവർക്കായി സ്തോത്രം. ജീസസ്. കുറെ അങ്ങ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ യേശു എന്നുള്ളത് അങ്ങ് മാറും. ഞാൻ എൻ്റെ കുടുംബം പാലായിലെ, ആമേൻ, കുരിശുമൂട്ടുകാരായിരുന്നു ഞങ്ങൾ, അല്ലേ? പാലായിലെ നിന്റെ കുരിശുമൂട്ട് ഒരു മൂടുമില്ലായിരുന്നു. ആമേൻ. എൻ്റെ ഭാഷയെ പറഞ്ഞ ഒരു കുന്തവും ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കണ്ടതിന് ശേഷമാ മാന്യത ഉണ്ടായത്. യേശുവിനെ അറിഞ്ഞതിന് ശേഷമാ ഉയർച്ചയുണ്ടായത്. ആമേൻ. ഏത് നിലയിലും, ഏത് സ്റ്റേജിലും, ഏത് ഉയർച്ചയിലെത്തുമ്പോഴും കർത്താവാണ് എന്നെ കൊണ്ടുവന്നത്, മാനിച്ചതെന്ന്, ആമേൻ, അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്, ദൈവദാസന്മാരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. കർത്താവിനെ ഉയർത്തുക. ആശാരി ഉപദേശി എനിക്ക് ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ്. അതെ, അമേരിക്കയിൽ ചെന്നപ്പോ, സ്തോത്രം, അതെ, ഈ ബൈബിൾ എടുത്ത് തലയിലോട്ട് വെച്ചു, ഇങ്ങനെ വെച്ചു. ബൈബിൾ തലയിൽ ചുമ്മിക്കൊണ്ട എയർപോർട്ടിൽ നിന്ന് അപ്പൊ പുള്ളിയെ സ്വീകരിക്കാൻ വന്നവർ പറഞ്ഞു, യോ പാസ്റ്റർ എന്താ ഇപ്പൊ കാണിക്കുന്നത്? ബൈബിള് കൈ വെക്കാം. ആശാരി പറഞ്ഞടാ, ഞാൻ ഈ പുസ്തകം ചുമന്ന് കയ്യിലെടുത്തതിന് ശേഷമാടാ ഞാൻ ആശാരിയായിരുന്നെങ്കിൽ അമേരിക്കയിൽ വരുവോ? ഞാൻ കർത്താവിനെ ചുമക്കാൻ തുടങ്ങിയത് കൊണ്ടാടാ എന്നെ ദൈവം അമേരിക്കയിൽ കൊണ്ടുവന്നേ. ഈ പുസ്തകം പുള്ളിയുടെ ഭാഷയാ. ലജ്ജയില്ലാത്തവനായി മാറുക. നമ്മുടെ അഹങ്കാരങ്ങൾ, നമ്മുടെ നിഗളങ്ങൾ, നമ്മുടെ ഉന്നതഭാവങ്ങൾ മാറ്റിയേച്ച് ക്രിസ്തുവിനെ അറിഞ്ഞതാണ് എൻ്റെ നന്മ, യേശുവിനെ കണ്ടതാണ് എൻ്റെ ഉയർച്ച.
എന്ന് പറയാൻ കഴിയുന്നവർക്കായി സ്തോത്രം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇടയന്മാർ കണ്ടതുപോലെ, പത്രോസ് കണ്ടതുപോലെ, യോഹന്നാൻ യേശുവിന്റെ തേജസ് കണ്ടതുപോലെ, ഈ പ്രഭാതത്തിൽ യേശുവിനെ ഞാൻ എങ്ങനെ കാണുന്നേ? കാഴ്ചപ്പാടൊന്ന് മാറാൻ ആഗ്രഹിക്കുന്നുവോ? പ്രിയമാന ശാന്തന, യേശുവുമായിട്ടുള്ള എന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാ? എവിടെയെങ്കിലും മുറിവ് സംഭവിച്ചിട്ടുണ്ടോ? അകന്നു പോയിട്ടുണ്ടോ? അടുത്തു വരാൻ നിയോഗമുണ്ടോ? ദൈവവുമായി ചേർന്ന് നടക്കാൻ നിയോഗമുണ്ടോ? കരുതുന്ന ദൈവം അല്ലേ? എത്രയോ തവണ നമുക്ക് വേണ്ടി കരുതിയിട്ടില്ലേ? പുനരുത്ഥാനത്തിന്റെ ശക്തിയോടെ നിന്റെ ജീവിതത്തിൽ എത്രയോ തവണ വിടുതലുകൾ നൽകിയിട്ടില്ലേ? ഇന്നും വിടുവിക്കുന്നില്ലേ? സ്തോത്രം. ആ ക്രിസ്തുവിനെ യഥാർത്ഥമായി രുചിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവസരം ഒരുക്കിയ ദൈവദാസനോട് നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ്. അനുഗ്രഹീതമായ ഒരു സന്ദേശം കർത്താവിന്റെ ദാസനിലൂടെ നമുക്ക് ശ്രവിക്കുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തുവല്ലോ. കർത്താവ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആര് എന്നുള്ള ഒരു ചോദ്യത്തോടുകൂടി നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കാം. അതിന് ഉത്തരം നമ്മൾ തന്നെ നമ്മോട് പറയേണ്ടതാണ്. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ ഫോർട്ട് കൊച്ചിയിൽ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല കേരളത്തിൽ എമ്പാടും ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, അവരുടെ ആവശ്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവ് തന്നെ ശക്തമായി വരും കാലങ്ങളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നാം എല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിന്റെ ദാസൻ ജോസി VP അവർ അവസാന പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും പാസ്റ്റർ ജോൺ മൽസൺ അവർ ആശീർവാദത്തോടുകൂടി ഇന്നത്തെ